ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ പാടത്തേക്ക് പോകണം കേട്ടോ. റീൽസ് എടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് പാടത്തേക്ക് പോകണ വഴികളൊക്കെ കാണിച്ചു തരാം. വായു. ഞങ്ങളുടെ പാടം ഒരു കോൾപ്പാടാണ് കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം കയറും. അതുകൊണ്ട് ഞങ്ങൾ മഴയത്തും കളിക്കാനും അതേപോലെ ഈ പാടത്ത് നീന്തി കളിക്കാനും അതേപോലെ നീന്തൽ പഠിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ മീൻ പിടിക്കാനായിട്ട് വരും. പറഞ്ഞ് നേരം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു പാലെത്തും. ഇതാണ് കേട്ടോ ആ പാലം. ആ പാലത്തിൽ കൂടെ നടക്കാനും ആ പാലത്തേക്ക് എത്താനും കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇവിടുന്നൊക്കെ വീണ നമ്മൾ പുറത്തേക്ക് കൂട്ടോ. പാലത്തിൻ്റെ താഴത്തേക്ക് നോക്കിയൊരു കുണ്ടാണ്. അങ്ങനെ ഞങ്ങൾ മെല്ലെ കയറിയിട്ടോ. രണ്ടാളൊക്കെ ആയിട്ട് കയറി വെച്ചെങ്കിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നിലത്ത് വീഴും. ഞങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാക്കിയ പാലാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഒരു കുണ്ടുണ്ട് കേട്ടോ. ആ കുണ്ടിലാണ് പന്നികളും കുറുക്കന്മാരും ഒക്കെ എടുക്കാറ്. ആ കുണ്ടിൻ്റെ അവിടെ ഉറുമ്പും കൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉറുമ്പും കൂടും ഒക്കെയാണ്. ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങോട്ട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിലിരുന്നിട്ടായിരിക്കുക. അപ്പോൾ പന്നിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഇവിടെ ആകെ പന്നിയായി. ഒരു രാത്രി ഒന്നും ഇങ്ങോട്ട് തന്നെ വരാൻ പറ്റില്ല. അങ്ങനെയായി. പിന്നെ ഞങ്ങൾ വേഗം പോയി റീൽസ് എടുത്ത് വരേണ്ട കാര്യം വേഗം പോയിട്ടോ. എന്നാണ് കേട്ടോ നമ്മുടെ പാടെത്തിട്ടോ. വായു, നമുക്ക് പാടൊക്കെ കാണണ്ടേ. ഇതാണ് കേട്ടോ. ഇതെല്ലാവരുടെ നെല്ലാണ് കേട്ടോ. ഞങ്ങളുടെ കോൾപ്പാടായതുകൊണ്ട് എല്ലായിടത്തും മഞ്ഞ കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വെള്ളം ഒന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇഞ്ചിനൊക്കെ വെച്ചിട്ട് അടിക്കേണ്ടി വരാറുണ്ട് തോട്ടത്തുനിന്നും. അല്ലാതെ ഇങ്ങോട്ട് കയറിയില്ല വെള്ളം. അങ്ങനെ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കണ്ടം. ഇതല്ല അപ്പുറത്തെ ആദ്യം കാണിച്ചത്. കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പോകാം. അങ്ങനെ അമ്മ അവിടെ വെയിറ്റ് ചെയ്ത് ഉണ്ട്. വീഡിയോ ലിങ്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ. എല്ലാവരും ചെന്ന് കാണുക. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഇതുവരെ കാണാത്തവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ വരുന്നുണ്ട് കേട്ടോ. പന്നിയും കുറുക്കനൊക്കെ ഒരു 10 മിനിറ്റ് ലേറ്റായേ വരും. അതുകൊണ്ട് വേഗം തന്നെ പോയില്ലെങ്കിൽ നമ്മളെ ഇടിച്ച് ഷേപ്പ് മാറ്റും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം തന്നെ കയറുന്നുണ്ട്. അപ്പോഴാണ് ഞാനൊരു വട്ടം വീഴാൻ പോയി. അപ്പോൾ വീണ്ടും വീഴണം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പാവാട പിടിച്ച് വലിച്ച്. ഭാഗ്യത്തിന് തലയൊന്നും കുത്തി മറിഞ്ഞില്ല. ഏട്ടനൊക്കെ ഉള്ളപ്പോഴേ ഏട്ടൻ്റെ കൂടെ ഒന്നും ഇങ്ങോട്ട് പോയാൽ ഒരു സമാധാനം സ്വൈര്യം കിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ പോയി ഏട്ടൻ അവിടെ ഇങ്ങനെ വട്ടനും ചതുരത്തിലൊക്കെ ഇരുന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വേഗം മേലക്കൊക്കെ കയറിയിട്ടോ. ഇനി ഏട്ടൻ പറമ്പിലായിട്ട് പന്നി ഉണ്ടെങ്കിലോ ഇവിടെ ഏട്ടൻ പന്നിയൊക്കെ കെടുക്കുവേ. അപ്പം ഏട്ടൻ വെച്ചെങ്കിൽ ഈ പന്നി ഉണ്ടാക്കെ നോക്കുക, തലറിയിട്ട് നടക്കുക, അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വേഗം നമ്മുടെ പാലത്തിൽ കൂടെ കയറിയിട്ടു. പാലം ഓരോരുത്തരായിട്ട് കിടക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് ആദ്യം ഏട്ടൻ കയറി, പിന്നെ ഞാൻ കയറി, പിന്നെ അമ്മ കയറി. പിന്നെ ഞങ്ങൾ വേഗം പറമ്പിക്കെത്തി. ഞങ്ങൾ പറമ്പിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ പറമ്പല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിലത്തെ പറമ്പാണ്. ഞങ്ങളുടെ പറമ്പ് നമുക്ക് എത്തുമ്പോൾ കാണിച്ചു തരാം. ഇവിടുത്തെ കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും പാടമൊക്കെ കാണാം കേട്ടോ. നമ്മുടെ പറമ്പ് തപ്പെത്തും എത്താറുണ്ട്. വേണ്ട, ഇവിടെ നിന്ന് നമ്മുടെ പറമ്പ് നോക്കിയാൽ കാണുന്നുണ്ട് ഇല്ല ഞങ്ങൾക്ക്. തപ്പം നമ്മുടെ പറമ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പറമ്പ് എത്തിയിട്ടോ. വായോ, നമുക്ക് പറമ്പ് ഞങ്ങളെ കാണണ്ടേ. അങ്ങനെ പറമ്പ് കൂടെ ഞങ്ങൾ മെല്ലെ അടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഏട്ടനും അച്ഛനും അച്ഛമ്മയൊക്കെ കൂടിയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഈ വലിയ മരങ്ങളൊന്നുമല്ല, ഏട്ടൻ ഇങ്ങനെ കുഞ്ഞേതൊക്കെ നട്ടിട്ടുണ്ട്. നമ്മുടെ കുറച്ച് ഉമ്മാർത്തുത്തിയും വടക്കുറത്തുത്തിയാണ് ഏട്ടൻ പകുതിയൊക്കെ നട്ടേക്കണത്. ഇവിടെ അച്ഛനും അച്ഛമ്മയും അച്ഛനും കൂടിയിട്ടാണ് ഇട്ടതൊക്കെ നട്ടേക്കണത്. ഈ പറമ്പത്തെ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഏട്ടനും നട്ടുണ്ട്. ഇതൊക്കെ ഏട്ടൻ നട്ടതാണ്. ഈ ചെണ്ടുമല്ലിയും മറ്റേ
കുറേ സാധനങ്ങൾ ചീരിയും ഇതൊക്കെ ഏട്ടൻ നട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്